ബഹുമാന്യരായ എൻ്റെ യൂട്യൂബ് ചാനൽ വിവേസ്, ഇന്ത്യ മഹാരാജ്യത്തുള്ള ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾക്കേവർക്കും എൻ്റെ 2025 ഡിസംബർ 31 മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ശുഭരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ 2026 പുതുവത്സര ദിനത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നല്ല മനസ്സോടുകൂടി, നന്മയോടുകൂടി, നിങ്ങൾക്ക് സാമ്പത്തികമുണ്ടാവട്ടെ, ഐശ്വര്യമുണ്ടാവട്ടെ, നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയട്ടെ എന്ന് ഓരോരുത്തരുടെ കുടുംബത്തിനെയും ശ്രീധർമ്മശാസ്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഞാൻ രാഷ്ട്രീയക്കാരനോ നേതാവോ മറ്റൊന്നുമല്ല, ഒരു അയ്യപ്പ ഭക്തൻ മാത്രമാണ്, ഒരു വ്യക്തി മാത്രമാണ്. 2026 പിറക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അയ്യപ്പൻ്റെ നാമത്തിൽ അറിയിച്ചു കൊള്ളുന്നു. നന്ദി. ഒരു ക്ഷേത്രത്തിൽ ജ്യോത്സ്യൻ, ശില്പി, തന്ത്രി, പൂജാരി, പരികർമ്മികൾ, മറ്റ് പൂജാരിമാർ ഒക്കെയാണ് സാധാരണ അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും നോക്കുന്നതും. ശബരിമലയുടെ കാര്യം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. അവിടെ മന്ത്രിയുണ്ട്, ദേവസ്വം ബോർഡുണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, മറ്റ് മെമ്പർമാരെല്ലാം ഉണ്ട്. അപ്പോൾ അവർ തീരുമാനിച്ചിട്ടായിരിക്കുമോ ബാക്കി കാര്യങ്ങളെന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷേ ഒരു വിശ്വകർമ്മജനായ എൻ്റെ ഒരു സംശയം ഞാൻ എൻ്റെ വ്യൂവേഴ്സിനോട്, എൻ്റെ ഈ നാട്ടുകാരോട് ഞാൻ ചോദിക്കുന്നു. വിജയമല്യ എന്ന് പറയുന്ന ഒരു വ്യവസായി സ്വർണം പൂശാൻ പൈസ കൊടുത്തപ്പോൾ 24 ക്യാരറ്റിലുള്ള സ്വർണം പൂശുകയും ആ ഡോറിൽ എലി കയറുന്നതിന് ദൂരമുണ്ടാവുകയും അവിടുത്തെ ശില്പി പണിത ഡോറ് ചേർച്ചകൾ വരുന്നില്ല എന്ന് പറയുകയും അവിടുത്തെ സ്വർണ്ണ പൂശിയ കാര്യങ്ങൾ ലോകജനതയ്ക്ക് മൊത്തം അറിയാമായിരുന്നിട്ടും ഈ സ്വർണ്ണ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളും കട്ടളപ്പാളികളും 18ാം പടിക്ക് താഴെ ഇറക്കി കൊണ്ടുപോകാൻ ആരാണ് അനുമതി കൊടുത്തത്? ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പല ഭാഗത്തും കൊണ്ടുപോയി ജയറാമിൻ്റെ വീട്ടിലും കൊണ്ടുപോയി പൂജ നടത്തി. അപ്പോൾ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടു ചെല്ലാമെന്ന് പറഞ്ഞപ്പോൾ ജയറാം ആദ്യം ചെയ്യേണ്ടത് പോലീസിനെ വിളിച്ചറിയിക്കണമായിരുന്നു. ജയറാം പറഞ്ഞെന്താണെന്നറിയാം, അയ്യോ എനിക്ക് ഭഗവാന്റെ അനുഗ്രഹം കിട്ടും, അയ്യോ അയ്യപ്പ. എന്താ അല്ലേ, ഈ കേരളത്തിൽ ചെക്ക് പോസ്റ്റുകളില്ലേ, അവിടെ ഉദ്യോഗസ്ഥരില്ലേ? ഏതെങ്കിലും ഒരു കാറിൽ ഒരു LSD സ്റ്റാമ്പുമായോ 5 ഗ്രാം MDMAയുമായോ വന്നാൽ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞു കൊടുത്താൽ അതിങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഞാൻ വലിയ ഓഫീസറാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇൻ്റലിജൻസ് ഇല്ലേ? ഈ ശബരിമല എന്ന് പറയുന്നത് ജനങ്ങളുടേതാണ്. ഒരു മന്ത്രിയുടേയോ ഒരു ദേവസ്വം ബോർഡിൻ്റെയോ ഒരു അവിടുത്തെ അംഗങ്ങളുടെയോ വകയൊന്നുമല്ല ഇത്, ഒരു വ്യക്തിയുടെ വകയല്ല ഇത്. ഇത് 41 ദിവസം വ്രതമെടുത്തുകൊണ്ട് ആ കല്ലും മുള്ളും നിറഞ്ഞ മല ചവിട്ടിക്കയറി 18ാം പടി കയറി ശ്രീധർമ്മശാസ്താവിനെ ഒന്ന് കണ്ടു വണങ്ങി അവരുടെ കഷ്ടതകൾ പറഞ്ഞ് തൊഴുന്നതിന് വേണ്ടി ജനങ്ങൾക്കുള്ള ഒരു അഭയകേന്ദ്രമാണ് ശ്രീധർമ്മശാസ്താവിൻ്റെ ശബരിമല എന്ന് പറയുന്നത്. അവിടുത്തെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ പോഞ്ഞു തുടങ്ങിയതാണ്. പക്ഷേ ജൂലൈ മാസമാണ് ഇന്ത്യ മഹാരാജ്യത്ത് അറിഞ്ഞു തുടങ്ങിയത് ശബരിമലയിൽ സ്വർണ്ണവേട്ട നടന്നിരിക്കുന്നു, സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഇൻ്റലിജൻസ് ഉള്ള നമ്മുടെ നാടാണ്.
ഹൈക്കോടതിക്ക് തോന്നി ഇതിലെന്തോ അപാകതയുണ്ട്, ഒരു ടീമിനെ നിയോഗിക്കണം, ഇത് പരിശോധിക്കണം. അങ്ങനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു. അന്വേഷണങ്ങൾ നടന്നു. അവർ 1-2 പേരെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അവരൊന്ന് ഇഴച്ചൊക്കെ കൊണ്ടുപോകാൻ നോക്കി. ഹൈക്കോടതി വിട്ടില്ല. ഹൈക്കോടതി പറഞ്ഞ അടിയന്തരമായ റിപ്പോർട്ട് തരണം. നിങ്ങളെന്തുകൊണ്ട് ഇഴയ്ക്കുന്നു? കേസ് അടിയന്തരമായി അന്വേഷിക്കണം. ജൂലൈ മാസം പുറത്തറിഞ്ഞത് ഡിസംബർ 31 ഇന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എൻ്റെ ചാനൽ വ്യൂവേഴ്സും എൻ്റെ നാട്ടുകാരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞാനൊരു അയ്യപ്പ ഭക്തനായതുകൊണ്ടും ഒരു വിശ്വകർമ്മജനായതുകൊണ്ടും ചോദിക്കുകയാണ്, ഈ 18ാം പടിക്ക് താഴെ ഇറങ്ങാൻ ആരാണ് അനുമതി കൊടുത്തത്? അങ്ങനെ ഇറങ്ങണമെങ്കിൽ മന്ത്രി അറിഞ്ഞിരിക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് അറിഞ്ഞിരിക്കണം, അവിടുത്തെ മെമ്പർമാരറിഞ്ഞിരിക്കണം, അവരൊക്കെ ഒപ്പിട്ടിരിക്കണം. ഒരു മെമ്പറുടെ വയസ്സ് എത്രയെന്ന് വാർത്തയിൽ പറഞ്ഞറിയാം. ശങ്കർദാസിൻ്റെ വയസ്സ് 85 ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വയസ്സ് 56. അത് വലിയ കഷ്ടപ്പെട്ടാണ് 86 ബോർഡ് അംഗത്തിൻ്റെ വയസ്സ് 85. എന്താ അല്ലേ? അപ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ വെച്ചാണ് അവിടെ സ്വർണ്ണവേട്ട നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഡിസംബർ 31 ഈ വർഷം സീസണിൽ നടന്നത് 333 കോടി വരുമാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടൊരു വാർത്തയിൽ ഞാൻ കേട്ടു, ഈ പണമെല്ലാം നിക്ഷേപിച്ചിട്ട് അതിൻ്റെ പലിശ കൊണ്ട് മാത്രമാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇത്രയും കാലമുള്ള ഫണ്ടുകൾ എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം വരില്ലേ? സ്വാഭാവികമായി ആരും ചോദിക്കും. ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാനും ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ജയറാമിൻ്റെ ആ ഡയലോഗ്, സത്യത്തിൽ ജയറാം ഉടനെ പോലീസിനെ അറിയിക്കണം, ഇങ്ങനെ ജനങ്ങളുടെ വക ഇതാ കൊണ്ട് നടക്കുകയാണ്, അടിയന്തരമായ അന്വേഷണം നടക്കണം. അപ്പോൾ ജയറാം പറഞ്ഞത്, അയ്യോ അയ്യപ്പനല്ലേ, എനിക്ക് അനുഗ്രഹം കിട്ടും, അയ്യോ. ഇതെന്ത് നാടാ? ഇതാരെ തോൽപ്പിക്കാനാ? ആരെ പറ്റിക്കാനാ? ഓരോ ജനങ്ങളും വോട്ട് കൊടുക്കാൻ പോകുമ്പോൾ ജനങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്കൊരുപാട് നിയമങ്ങളും കാര്യങ്ങളുമുണ്ട്. നിങ്ങൾ വെറുതെ ചെന്ന് വോട്ട് കൊടുത്താൽ മാത്രം പോരാ. നിങ്ങൾക്കൊരു എല്ലും കഷ്ണം എറിഞ്ഞു തരുന്നത് പോലെ ഒരു കിറ്റും അല്ലെങ്കിൽ ഒരു പെൻഷനും ഒരു 4 ലക്ഷം രൂപ വീട് വയ്ക്കാനും തരുമ്പോൾ എല്ലാമായെന്ന് നിങ്ങൾ കരുതരുത്. ഇതാരുടെയും ഔദാര്യമല്ല. ഇത് അർഹതപ്പെട്ടത് മാത്രമാണ്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം നിങ്ങൾ ഇതിനൊക്കെ പുറകെ പോകാൻ. ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ ഹൈക്കോടതിയുടെ നിയമങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ് ഹൈക്കോടതി തന്നെ പറഞ്ഞ അടിയന്തരമായി ഒരു ടീമിനെ നിയോഗിക്കണം. കൂടാതെ മറ്റൊരു സത്യം കൂടെയുണ്ട്. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. അയ്യപ്പ ഭക്തനായ എനിക്ക് അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. ഇവിടെ നടന്ന സംഭവം ഭഗവാൻ ജയിപ്പിച്ചതാണ്. അയ്യപ്പ സംഗമം നടത്തി. അയ്യപ്പൻ വിളിച്ചു കൂട്ടിയതാണ് അയ്യപ്പ സംഘം. അതാണിപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നാം അറിയണം നമ്മളിൽ എന്തൊക്കെ നിയമങ്ങളുണ്ടെന്നുള്ളത്. അപ്പോൾ 2026 നല്ല രീതിയിൽ അമ്മേ മഹാമായി ശ്രീധർമ്മശാസ്താവി സകല ദൈവങ്ങളെ വണങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വീട്ടുകാർക്കും സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ നന്മകളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ വീട്ടിനും ഐശ്വര്യവും ധനവും
എല്ലാം നന്മകളും ഉണ്ടാകട്ടെ എന്നുകൂടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോടൊപ്പം ഞാനും ഈ നല്ലൊരു വർഷം പിറക്കുന്ന പുതുപിറവിയിൽ പങ്കുചേരുന്നു. നന്ദി, നമസ്കാരം. പുതുദിന ആശംസകൾ. താങ്ക് യു.